ഒരു വിജയം ഉറപ്പാക്കിയ ശേഷം ഇവരിൽ ഞങ്ങൾ ഇല്ല ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങൾക്ക് വേണ്ട ആൾ ഇന്ന ആളെ എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ അത് വളരെ മോശമായി പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ജനവികാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം വളരെ ആത്മാർത്ഥമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി പരിശ്രമിച്ച, അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് കരുക്കൾ നീക്കിയ, അതിനു വേണ്ടിയിട്ട് 5 വർഷമായിട്ട് ഗ്രൗണ്ട് ലെവലിൽ ജോലി ചെയ്ത നേതാക്കളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഡൽഹിയിൽ നിന്ന് ഒരാളെ അങ്ങോട്ട് മുഖ്യമന്ത്രിയാക്കി കെട്ടിയിറക്കാം എന്ന് പറഞ്ഞാൽ ഇത് കേരളമാണ്, ഇത് നോർത്ത് ഇന്ത്യ അല്ല എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ചെയ്യാൻ ശ്രമിച്ച ആന്ധ്രയിൽ എന്താ സംഭവിച്ചെന്നുള്ളത്, ജഗൻമോഹൻ റെഡ്ഡിയെ പോലെ ഒരാളെ പിണക്കി വിട്ടതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. മധ്യപ്രദേശിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. രാജസ്ഥാനിൽ എന്താണ് സംഭവിച്ചതെന്നറിയാം. അപ്പോൾ ഇതെല്ലാം പാഠമായി മുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കസരത്ത് നടത്താതെ ഒരാളെ മുന്നിൽ നിർത്തി ഇലക്ഷൻ മത്സരിക്കാനുള്ള ഒരു തൻ്റെ ഇടം കാണിക്കണമായിരുന്നു. അല്ലെങ്കിൽ 3 പേരെയും നേരത്തെ തന്നെ വിളിച്ച് നിങ്ങൾ ഇന്ന ആളായിരിക്കും മുഖ്യമന്ത്രി, മറ്റ് 2 പേരോട് നിങ്ങൾ ഇന്ന സ്ഥാനങ്ങൾ ഏറ്റെടുക്കണമെന്ന് നേരത്തെ പറഞ്ഞുറപ്പിക്കണം. അതും ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു മുൻധാരണയുമില്ല. വാസ്തവത്തിൽ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ വിചാരിച്ചത് ഇതൊക്കെ ഹൈക്കമാൻഡ് ഒരു മുൻധാരണ ഉണ്ടാക്കി ഇവരെ 3 പേരെയും സംസാരിച്ച് നിങ്ങൾ ഇന്ന ആളുകളെ ഇന്ന പദവികൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞായിരിക്കുമെന്ന്. അതും ചെയ്തിട്ടില്ല. അത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ നാടകം ഉണ്ടാവില്ല. വഴിനീള ഫ്ലെക്സ്, വഴിനീള ഹോർഡിങ്ങുകൾ, വഴിനീള പ്രകടനങ്ങൾ,